തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തെ ഗൾഫിനേക്കാൾ സമ്പന്ന രാജ്യമാക്കാൻ കഴിയുന്ന സാധ്യതയുള്ള പ്രകൃതി നൽകിയ ഒരു അമൂല്യ സമ്പത്ത് നമുക്കുണ്ട്, കരിമണൽ. പക്ഷേ ഈ കരിമണൽ എന്ന സാധ്യത കേരളം വേണ്ടത്ര രീതിയിൽ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. ആ വിമർശനം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കരിമണൽ ലക്ഷ്യമിട്ടുകൊണ്ട് കഴുകൻ കമ്പനികൾ നമ്മുടെ തീരമേഖലകളിൽ ദീർഘനാളുകളായി തമ്പടിക്കുകയാണ്. കരിമണൽ വിവാദം എക്കാലവും നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുമപ്പുറം രാഷ്ട്രീയ വിവാദ രംഗത്ത് ഇതെന്നും വാർത്തയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉയരുന്ന എക്സാലോജിക് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊരു അന്വേഷണം നടത്തുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന കരിമണൽ ഖനന തട്ടിപ്പാണിന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത്. വരുന്ന ദിവസങ്ങളിലും ഈ വാർത്തകളുടെ തുടർച്ചയുണ്ടാകും. എന്താണ് സംസ്ഥാനത്തിൻ്റെ തീരമേഖലകളിൽ സംഭവിക്കുന്നത്? കരിമണലിൻ്റെ പേരിൽ നടക്കുന്ന നിയമവിരുദ്ധ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ന്യൂസ് 18 പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയും കൊല്ലവും അടങ്ങുന്ന തീരമേഖലകളാണ് നമ്മുടെ കരിമണൽ സമ്പത്തുള്ളത്. ഈ കരിമണൽ സമ്പത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘനാളുകളായി സ്വകാര്യ കമ്പനികൾ പല നീക്കങ്ങളും നടന്നിരുന്നു. പക്ഷേ അതെല്ലാം ഒടുവിൽ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിൻ്റെയും തീർപ്പുണ്ടാവുകയും ഇനി കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമെന്ന തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ സ്വകാര്യ കമ്പനികളുടെ നീക്കങ്ങൾ അവസാനിച്ചു എന്ന് കരുതി. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ വീണ്ടും സ്വകാര്യ കമ്പനികൾ രംഗത്ത് വരുന്നു എന്നതാണ് വാസ്തവം. സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലം ഈ കരിമണൽ വിവാദമാണ്. ആലപ്പുഴ തോട്ടപ്പള്ളി ഇതിനൊരു കൃത്യമായ ഉദാഹരണമാണ്. 2018 മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ മണൽ ശേഖരം ഇവിടെ അടിഞ്ഞുകൂടി. ഈ മണൽ ശേഖരം മാറ്റുക എന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിൽ വലിയൊരു കരിമണൽ കടത്തു തന്നെ ഉണ്ടായിരുന്നു. പ്രളയ ദുരിതം ഒഴിവാക്കാൻ എന്ന പ്രഖ്യാപനത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് വർഷങ്ങളായി നടക്കുന്ന കരിമണൽ ഖനന തട്ടിപ്പാണെന്ന് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. 2018 പ്രളയത്തിൽ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് വന്നടിഞ്ഞ കരിമണൽ യാതൊരു പഠനവുമില്ലാതെ ഒരു സർക്കാർ ഉത്തരവിൻ്റെ മറവിൽ കടത്തിക്കൊണ്ടുപോവുകയാണ്. കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന നിലനിൽക്കെ ചവറയിലെ KMML എന്ന സ്ഥാപനത്തെ മറയാക്കി സ്വകാര്യ കമ്പനിയിലേക്കാണ് കരിമണൽ പോകുന്നതെന്ന് ഈ പ്രദേശവാസികൾ ആരോപിക്കുന്നു. സമീപകാലത്തുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖനനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും നേരത്തെ നിശ്ചയിച്ചതിലും എത്രയോ ഇരട്ടി കരിമണലാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഈ മേഖലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. ന്യൂസ് 18 പരിശോധിക്കുന്നു. സർക്കാരിന്റെ സ്വർണ്ണഖനിയായ കരിമണൽ ഖനനത്തെ ചുറ്റിപ്പറ്റി എക്സാലോജിക് വിവാദം കൊഴുക്കുകയാണ്. ഒരു കാലത്ത് കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ഖനനം പ്രളയത്തിന്റെ പേര് പറഞ്ഞാണ് ആലപ്പുഴയിൽ വീണ്ടും ആരംഭിക്കുന്നത്. തീരവും മണ്ണും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കഥകൾ കൂടി അതിന് പിന്നിലുണ്ട്. കരിമണൽ ഖനനത്തിന് പിന്നിലെ കള്ളക്കളികൾ ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ഗവൺമെന്റ് കുട്ടനാടിനെ രക്ഷിക്കാനെന്നും പറഞ്ഞാണ് ഇതിന് തുടങ്ങിയത്. പക്ഷെ കുട്ടനാടിന്റെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് കുട്ടനാട് രക്ഷപ്പെടത്തില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോകും. പൊതുമേഖലാ സംരംഭം എന്ന് പറയുന്ന IREയും KMML കൊണ്ട് ഖനനം നടത്തിയിട്ട് കൊച്ചിയിലെ ഒരു മുതലാളിക്ക് വേണ്ടി ഖനനപ്പണി നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയും അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ CMRL എവിടുന്ന് ഈ സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധനം കിട്ടും? KMML മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അധികാരമുള്ളത്. ഇവര് ഈ KMML നടത്തുമ്പോഴത്തേക്ക് CMRL എവിടുന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുന്ന് ഖനനം നടത്തുന്ന കാര്യങ്ങൾ കർത്തായ്ക്ക് വേണ്ടി പോവുകയാണ്. ഈ കരിമണൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എടുക്കുന്നത് സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെയും വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് വിവാദം ആളിക്കത്തിയ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായെങ്കിലും സർക്കാർ തോട്ടപ്പള്ളിയിലെ ഖനനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. KMMLും അതുവഴി സ്വകാര്യ കമ്പനിയിലേക്കും കോടികൾ വിലമതിക്കുന്ന കരിമണൽ ഇതിനോടകം തന്നെ കടത്തിക്കഴിഞ്ഞുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
വെറുമൊരു ആരോപണം മാത്രമല്ല അവരുടേത്, മറിച്ച് കണക്കുകൾ നിരത്തി തന്നെയുള്ള ആരോപണമാണത്. ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവരിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണം ഇവിടെ മണൽ മാറ്റി വെള്ളം പോകാനായിട്ട് സ്വാമിനാഥൻ കമ്മീഷനും IITയും പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. വെള്ളപ്പൊക്കം വന്നത് 2018. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് 2007. അത് കഴിഞ്ഞിട്ട് IIT റിപ്പോർട്ട് വെക്കുന്നത് 2011. 2011ലും 2007ലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിനിയോഗിച്ചിട്ട് CMRL എഴുതി കൊടുത്ത സംഗതിയാണ്. CMRലും IREയിലെ ചില ഉദ്യോഗസ്ഥരും KMMലും കൂടെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ കളക്ടർ സാങ്ഷൻ കൊടുത്തു. കളക്ടർ സാങ്ഷൻ കൊടുത്തിട്ട് ഞങ്ങളൊരു ലോജിക്കൽ കണക്കെടുത്തു. ഞങ്ങളുടെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം 300 ലോഡ്, ഇവിടെ 300 ലോഡ് പോകുന്ന വണ്ടി അളവ് ഞങ്ങൾ 45 ടൺ കയറുന്ന വണ്ടിയാണ്. 12 വീലുള്ള വണ്ടി 45 ടൺ കയറും. ഞങ്ങളുടെ കണക്കും പ്രകാരം 54 ലക്ഷം മെട്രിക് ടൺ 3 കൊല്ലം കൊണ്ടെടുത്തു. പക്ഷെ 54 ലക്ഷം മെട്രിക് ടൺ മണൽ എവിടെ ചെന്നിട്ടില്ല? IREയിലും ചെന്നിട്ടില്ല, KMMലും ചെന്നിട്ടില്ല. തോട്ടപ്പള്ളിയിൽ ആദ്യം കരിമണൽ നീക്കം ചെയ്യുന്നത് ഹാർബറിലെ ആഴം കൂട്ടൽ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. പിന്നീട് പ്രളയത്തിന്റെ മറവിൽ അത് പൊഴിമുഖത്തേക്കും കൂടി വ്യാപിപ്പിച്ചു. കുട്ടനാടിനെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് സർക്കാർ നീക്കമെങ്കിൽ ആദ്യം ആഴം കൂട്ടൽ പ്രക്രിയ നടക്കേണ്ടത് തണ്ണീർമുക്കം ബണ്ട് കേന്ദ്രീകരിച്ചായിരുന്നു. തണ്ണീർമുക്കത്തു നിന്നും ഒരു തരി മണ്ണ് പോലും സർക്കാർ നീക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കരിമണലിന് പിന്നിലെ കഴുകൻ കണ്ണുകളെക്കുറിച്ച് കൂടുതൽ ബോധ്യമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യയുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ കഴുകൻ കണ്ണുകൾ ലക്ഷ്യമിടുന്നത് എല്ലാ സാധ്യതകളുമാണ്. പ്രളയം ഒഴിവാക്കാൻ വേണ്ടി മണൽ മാറ്റുമ്പോൾ ആ മണൽ ചവറയിലെ KMML എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലേക്കാണോ എത്തുന്നത്, അതോ അതിൻ്റെ മറവിൽ മറ്റൊരു സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുകയാണോ? ഇവിടെ ചോദ്യമാവുന്ന ഒരു കാര്യം, ഒരു മാസം മുമ്പാണ് ഈ തോട്ടപ്പള്ളിയിലെ ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചത്. അതിന് കാരണമായത് സമീപകാലത്തുണ്ടായ മറ്റു ചില വിവാദങ്ങളാണോ? അങ്ങനെ ഉത്തരം കിട്ടാത്ത, ദുരൂഹത ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ കൃത്യമായും ഈ വിവാദത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. പ്രദേശവാസികളുടെ ആശങ്കകൾ മാത്രമല്ല, ഒരുപക്ഷെ സർക്കാരിൻ്റെ കണക്കുകളിൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ മണൽ എങ്ങോട്ടേക്ക് പോകുന്നു? ഈ കരിമണൽ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിന് സമ്പത്താക്കി മാറ്റാൻ കഴിയുന്ന സാധ്യതയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ തന്നെ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. ഈ തീരമേഖലകളിൽ വന്നടിയുന്ന കരിമണൽ ഖനനം ചെയ്ത് മാറ്റുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ, ഒരു പഠനവുമില്ലാതെ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് കരിമണൽ അവിടെ നിന്നും കടത്തുന്നത്. കാണാം. ഈ മണൽ നീക്കത്തിലെ കള്ളക്കളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് തോട്ടപ്പള്ളി പൊഴിമുഖവും ഒപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും കടലുമായി കണക്ട് ചെയ്യുന്ന ആ മൗത്താണ്, ആ ഭാഗമാണ്, പൊഴിമുഖമാണ്. പക്ഷേ അവിടെ നിന്ന് മണൽ സർക്കാർ എടുക്കുന്ന സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം കണ്ടല്ലോ, അവിടെയാണ് പൊഴി, അവിടെയാണ് ആഴം കൂട്ടൽ പ്രക്രിയ നടക്കേണ്ടത്, ഒപ്പം തന്നെ പൊഴിമുഖം തുറക്കേണ്ടതൊക്കെ അവിടെയാണ്. അവിടെ നിന്ന് നേരെ മാറി ഈ ഭാഗം, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഇടമാണ്. മണ്ണ് നീക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഈ കാണുന്നത് അവർ നിർമ്മിച്ച ട്രാക്കാണ്. അതായത് തെങ്ങ് വെട്ടി കൊണ്ടുവന്നിട്ടിട്ട് വണ്ടികൾക്ക് കയറി ഇറങ്ങി മണ്ണ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കഴിയത്തക്ക രീതിയിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ട്രാക്കാണ് ഇത്. ഇത്തരത്തിൽ തടിയിട്ട് ഇങ്ങനെ ഒരു ട്രാക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് ഈ സൈഡിലെ മണ്ണ് നീക്കുന്നത് എന്തിനാണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ വലിയ രീതിയിൽ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്, നമുക്ക് നല്ല വരൾച്ചയുള്ള സമയമാണ്, എന്നിട്ടും ഇവിടെ മണ്ണെടുത്തിട്ട് ഇവിടെ വെള്ളം കയറി കിടപ്പുണ്ട്. ഇവിടെ മണ്ണെടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യം ഈ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലേ? അതെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. വെള്ളം ഒഴുകുന്ന സ്ഥലം അവിടെയാണ്, പക്ഷെ അവർ മണ്ണ് എടുത്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇത് എന്താണ് ഇതിനുള്ള ധാരാളം മണ്ണെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, കുഴിയാണത്. ഇതുപോലൊരു കുഴിയിൽ കഴിഞ്ഞ വർഷം ഇതുപോലൊരു കുഴിയിൽ ഒരു കുട്ടി വീണ് മരണപ്പെട്ടു. ഇതുപോലെ ഉണ്ടായ ഒരു കുഴിയായിരുന്നു അത്. ഇത് അവിടെ വീണ് എടുത്തു വെച്ചിട്ടുണ്ട്, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? അതും ഒഴുകാത്ത സ്ഥലത്തു നിന്നും ഇതുപോലെ തുരന്നെടുത്ത മണ്ണാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു പാതയൊക്കെ നിർമ്മിച്ച് ആണല്ലേ മണ്ണെടുപ്പ്. ഈ ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ ആ ഷവല് കൊണ്ടുവന്നിട്ട് അടിക്കുന്ന സൗണ്ട്, അതിന്റെ കമ്പനങ്ങൾ ഒരു 100-300 മീറ്റർ അപ്പുറത്തുമാണ് എന്റെ വീട്. അവിടെ പോലും
അനുഭവിക്കാറുണ്ട്. ഈ വിവാദങ്ങൾ കൊഴുത്ത സമയത്താണോ ഇപ്പോൾ ഈ മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നത്? അതെ. എത്ര നാളായി നിർത്തി? ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പ് വരെ അവസാനം ലാസ്റ്റത്തെ ഒരു JCB ഇവിടെ ഒരു JCB കിടപ്പുണ്ട്. ഇതിനു മുമ്പ് ഒരു 60-100 JCBകൾ വന്ന് മണ്ണും ലോറി കണക്കിന് കയറ്റിക്കൊണ്ടുപോയി. ഡെയിലി 300 ടിപ്പർ അതിന്റെ അകത്ത് ടോറസ് പോലത്തെ ലോറികളിലാണ് കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ഇവിടേക്ക് എത്തി കണ്ടാൽ മാത്രമേ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അതായത് അപ്പുറത്ത് പൊഴിയാണെങ്കിൽ അവിടെ മണ്ണെടുക്കുന്നതിന് പകരം മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. വലിയ ആഴത്തിലുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് അത്രയും മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും പലയിടങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലങ്ങൾ, ഒപ്പം തന്നെ കേടുപാടുകൾ പറ്റിയ വീടുകൾ, കടൽഭിത്തി, വലിയ തോതിൽ കടൽഭിത്തി താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ആ പ്രദേശങ്ങളുമൊക്കെ നമുക്കിനി നോക്കേണ്ടതായുണ്ട്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഈ കാഴ്ചകളിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്നതാണ്. കാരണം അത്ര പരസ്യമായിട്ടുള്ള പരിസ്ഥിതിയുടെ നാശം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ചിത്രം. ഇനി അവിടെ എത്താൻ കഴിയാത്തവർക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാലും വളരെ വ്യക്തമാണ് എന്താണ് അവിടുത്തെ പരിസ്ഥിതിക്ക് സംഭവിച്ച മാറ്റം. മണൽ എടുക്കുക എന്നത് ഒരു നിർദ്ദേശമായിരുന്നു. അവിടെ പ്രളയം ഒഴിവാക്കുക എന്നതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശത്തിൻ്റെ മറവിൽ നടന്നത് അഴിമതിയും വലിയ രീതിയിലുള്ള മണൽ ഖനനവും കൃത്യമായ ചില ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. തീർന്നില്ല അവിടുത്തെ പ്രതിസന്ധി. ഈ മണൽ ഖനനം മൂലം അതിഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതമാണ് ആ മേഖലയിൽ ഉണ്ടാക്കുന്നത്. വലിയ ശേഷിയുള്ള ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുകൊണ്ട് മണൽ ഊറ്റിയെടുക്കുകയാണ്. അടിഞ്ഞു കിടക്കുന്ന മണലല്ല, മറിച്ച് മണൽ ശേഖരം അപ്പാടെ ഊറ്റിയെടുക്കുകയാണ് അവിടുന്ന് സംഭവിക്കുന്നത്. ഇതുമൂലം സംഭവിക്കുന്നത് തീരപ്രദേശങ്ങൾ ആകപ്പാടെ ഇടിഞ്ഞു താഴുകയാണ്. 450-ലധികം വീടുകൾ, തീരമേഖലയിലെ വീടുകൾ ഇതിനകം തന്നെ തകർന്ന് തരിപ്പണമായി എന്നത് ദൃശ്യങ്ങൾ സഹിതം നമുക്കത് പറയാനാവും. അസാധാരണമായ പ്രതിസന്ധിയാണ് തീരമേഖലയിലെ ജനങ്ങൾ അവിടെ നേരിടുന്നത്. കാണാം ആ കാഴ്ച. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്ത്, അതായത് തീരദേശം അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ തീരത്തുള്ള വീടുകൾ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളി ഒറ്റപ്പന ഭാഗത്താണ്. ഈ ഭാഗത്തുള്ള വീടുകളുടെ അവസ്ഥയാണ് ഇത്. അതായത് ഇവർ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പരാതി താഴത്തു നിന്നും, അതായത് അടിഭാഗത്ത് നിന്ന് മണ്ണ് ഊറ്റിക്കൊണ്ടു പോവുകയാണ് ഈ ഖനനത്തോടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് അത്രയും ഉയരത്തിലാണ് ആ വീട് നിന്നതെങ്കിൽ അതിൽ നിന്ന് നന്നായി താഴ്ന്ന ഇത്ര താഴ്ചയിലേക്ക് ഈ തീരദേശത്തിന്റെ ഭാഗം, അതായത് ഈ കടൽഭിത്തിയുടെ ഭാഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കടൽഭിത്തിയും വലിയ തോതിൽ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള തീരശോഷണം ഇവിടെ സംഭവിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ്. ഈ കരിമണൽ ഖനന കേന്ദ്രം വന്നതിന് ശേഷമാണ് ഇത്രയും ദുരിതം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തുറക്കും തോറും ഇവിടെ തേപ്പ് കയറുമ്പോൾ മണ്ണങ്ങോട്ട് പോയി ഈ കല്ലെല്ലാം താഴോട്ടിരുന്ന് ഞങ്ങൾക്ക് കാണത്തില്ലായിരുന്നു. ഈ കല്ല് അത്ര പൊക്കത്ത് കിടന്നത്. ഇതിപ്പോൾ അവരവിടെ തുറക്കും തോറും ഇവിടുന്ന് തേപ്പ് കയറും മണ്ണങ്ങോട്ട് താഴോട്ടിരിക്കുമ്പോൾ ഈ കല്ലെല്ലാം താഴോട്ടിരിക്കും. വീണ്ടും കടൽ വരുമ്പോൾ മേലോട്ട് കയറുക. കാര്യം ജനങ്ങളെ മാന്ത് ഇവിടെ ഇട്ടുണ്ട്. പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഏത് രാഷ്ട്രീയക്കാർ കേൾക്കും, ഏത് മന്ത്രിമാർ കേൾക്കും? ആരും പറയത്തില്ല. ഇവിടെ എന്തെല്ലാം പണി ചെയ്തിട്ട് വെടിവെപ്പ് നടന്നിട്ടൊന്നും നടക്കത്തില്ല. ഇത് സർക്കാർ സൈഡിൽ നിന്ന് ഇത് ചെയ്യുന്നത്, അല്ലാതെ ജനങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സർക്കാർ വിചാരിക്കണം. നമ്മൾ നേരത്തെ സംസാരിച്ചത് തോട്ടപ്പള്ളി പൊഴിമുഖത്താണെങ്കിൽ അവിടെ നിന്ന് തെക്കോട്ട് മാറി ഇപ്പോൾ തോട്ടപ്പള്ളി ഒറ്റപ്പന ഭാഗത്താണ് നമ്മളുള്ളത്. ഒറ്റപ്പന ഭാഗത്തെ തീരദേശം അത് ഖനനത്തെ തുടർന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാണുന്ന ഇടം എന്ന് പറയുന്നത് ഈ വീടുകളൊക്കെ തന്നെയും ഇത്രയും ഉയരത്തിലുണ്ടായിരുന്ന വീടുകളാണ്. ആ വീടുകളുടെ അടിഭാഗത്ത് നിന്ന് ഈ ജനങ്ങൾ പറയുന്ന പ്രധാന പരാതി ഞങ്ങളുടെ തീരത്തുള്ള മണ്ണാണ് അത്തരത്തിൽ ഖനനത്തിന്റെ ഭാഗമായി പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇവരുടെയൊക്കെ തീരത്തു നിന്ന് എടുത്തു വെക്കുന്ന മണ്ണാണ് ഈ പൊഴിമുഖത്തേക്ക് കയറി അടയുന്നത് എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ പറയുന്ന പരാതി. അത് നമുക്കിവിടെ നിന്നാൽ മനസ്സിലാകും. കാരണം ഈ ഉയരത്തിൽ ഉണ്ടായിരുന്ന വീടുകൾ, ആ വീടുകളൊക്കെ തന്നെയും ഇപ്പോൾ ഈ താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഏകദേശം കിലോമീറ്ററോളം ദൂരം മണ്ണ് കിടന്നേ. അതെല്ലാം പോയിട്ടാണ് ഈ വീടുകൾ ഇത്രയും വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2 വർഷക്കാലം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 100-200 വീടോളം ഇവിടുന്ന് നമ്മുടെ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശത്ത് പോയിട്ടുണ്ട്. ദൈനംദിനം സാഹചര്യം മോശമാകുന്നതല്ലാതെ നന്നാവുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്തേക്ക് കടലെത്തിയിരിക്കുന്നു. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ ആയിരക്കണക്കിന് തീരദേശവാസികൾ ഉള്ളത് എന്നുള്ളതാണ്. ഇനി അവർ അതിശക്തമായ സമരത്തിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ആരുടെയും പണം വാങ്ങാൻ അവർ തയ്യാറല്ല എന്നും ആണ് പറയുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇത്തരത്തിൽ ഈ മണ്ണ് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പറയുന്നത്. എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ സംവിധാനങ്ങൾ ഇപ്പോൾ 1 മാസം മാത്രമേ ആയുള്ളൂ മണ്ണ് എടുപ്പ് നിർത്തിയിട്ട്. മറിച്ച് ഇപ്പോഴും അതിവേഗത്തിൽ മണലൂറ്റുന്ന മീറ്ററുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ മണലൂറ്റാൻ കഴിയുന്ന ട്രഡ്ജറുകൾ, വിദേശ നിർമ്മിത ട്രഡ്ജറുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. അത് എന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നുള്ള ഭയത്താലാണ് ഈ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ അഴിമതിയാണ്. കാരണം 2018 പ്രളയത്തിന് ശേഷം ആലപ്പുഴ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൻ്റെ അകത്ത് 2,34,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാനാണ്. അത് തോട്ടപ്പള്ളി മാത്രമല്ല, ഒന്നാമത്തെ പേര് തണ്ണീർമുക്കവും രണ്ടാമത്തെ തോട്ടപ്പള്ളിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തണ്ണീർമുക്കത്ത് കുട്ടനാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കോട്ടൊരു ചെറിയ ചരിവുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജലം ഒഴുകി പോകേണ്ടത് തണ്ണീർമുക്കം ബണ്ട് വഴി കടലിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ അവിടെ യാതൊരു പ്രവൃത്തിയും നടത്താതെ അവിടെ മണൽത്തിട്ടകളൊക്കെ രൂപപ്പെട്ടിട്ട് വേമ്പനാട്ട് കായലിൽ വെള്ളം ഒഴുകാത്തൊരവസ്ഥയുണ്ട്. തണ്ണീർമുക്കത്തേക്ക് വെള്ളം എത്തുന്നില്ല. അപ്പം മറിച്ച് അവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ ഈ തോട്ടപ്പള്ളിയിൽ ഇത്രയും വമ്പിച്ച തോതിലുള്ള ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദുരൂഹത ഇതുവരെ തണ്ണീർമുക്കം തൊട്ടിട്ടില്ല. ഈ തോട്ടപ്പള്ളി മാത്രമാണ് ഈ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടൽ തീരത്തോട് ചേർന്ന് തന്നെ താമസിക്കുന്ന ഒരു വീടിനകത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ കിടക്കുന്ന അമ്മ കിടപ്പ് രോഗിയായി കിടക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഇവിടെ താമസമെന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ചില ബന്ധുക്കൾ ഇപ്പോൾ സഹായത്തിന് വന്നിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ പുറകുവശത്തെ സാഹചര്യം ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ മനസ്സിലാകും എത്രമാത്രം പേടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുകയാണ്. പക്ഷേ അങ്ങനെ കത്തിപ്പടരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ഈ തീരദേശത്തെ ദുരിതം എന്നുള്ളതാണ്. എന്തായാലും 1 മാസം മാത്രമായത്, അതായത് ഈ വിവാദം കത്തിപ്പടർന്ന് അത് ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ 1 മാസം മുൻപ് മാത്രമാണ് തോട്ടപ്പള്ളിയിലെ ഖനനം സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നത്. അത് വീണ്ടും തുടരും എന്നുള്ളതാണ്. വളരെ പ്രസക്തമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകൾ പറഞ്ഞത്, അതായത് ആദ്യം ഖനനം ചെയ്യേണ്ടത് തോട്ടപ്പള്ളി അല്ല എന്നുള്ളതാണ്. തണ്ണീർമുക്കത്ത് ആദ്യം മണൽ നീക്കം നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിട്ട് ആ തണ്ണീർമുക്കം ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ്. തോട്ടപ്പള്ളി അന്ന് മുതൽ തുടങ്ങിയ ഖനനം ഈ 1 മാസം മുമ്പ് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പോകാനൊന്നുമില്ല. ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു നീങ്ങിയ അവസ്ഥയിലാണ്. അത്ര ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഉള്ള തലമുറയും നമുക്ക് മുന്നിൽ കാണുന്ന ഈ വരും തലമുറയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നമ്മൾ കണ്ട ഈ 3 റിപ്പോർട്ടുകളും ആലപ്പുഴയുടെ കരിമണൽ തീരങ്ങളെ എങ്ങനെയാണ് ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത്. ഇനിയും തീരുന്നില്ല. നിരവധി മോശപ്പെട്ട അവസ്ഥകൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഇനിയും എത്തിക്കാനുണ്ട്. വരും ദിവസങ്ങളിലും ഞങ്ങളത് തുടരും. പക്ഷേ നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. കാരണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സർക്കാർ എവിടെയാണ് മറച്ചു പിടിക്കുന്നത്? സമീപകാലത്തുണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖനനം പൊടുന്നതിനെ നിർത്തിയെങ്കിൽ അത് ഉയർത്തുന്ന ചോദ്യം എന്താണ്? ഇങ്ങനെ ദുരൂഹതകൾ നിരവധിയുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജൻ തന്നെയുണ്ട്. ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിലെ ഈ കരിമണൽ മേഖലയിൽ നിന്ന് തന്നെ ശരണ്യ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, സ്വാഗതം. എന്തായാലും ശരണ്യയുടെ റിപ്പോർട്ടുകൾ കൃത്യമായി ആ മേഖലയിലെ പ്രതിസന്ധി എന്ത് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ കരിമണൽ പ്രതിസന്ധി കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി. 2004 സംസ്ഥാനത്ത് കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തപ്പോൾ മുതൽ ആരംഭിച്ച വിവാദം
അതിങ്ങനെ തുടരുകയായിരുന്നു. ഏറ്റവും സമീപകാലത്തുണ്ടായ ചില പശ്ചാത്തലങ്ങളാണ് ഇതിനെ വീണ്ടും ശക്തമായി കൊണ്ടുവരുന്നത്. നമ്മൾ ഈ വാർത്തയിലേക്ക് വന്നതിന് പല ഘടകങ്ങളുമുണ്ട്. കാരണം ഞാൻ ഓർത്തെടുക്കുന്നു, ഈ 2018 പ്രളയകാലത്തിന് ശേഷം അവിടെ ഈ മണൽ ശേഖരമുണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ശരണ്യ തന്നെയാണ് അവിടെ ഈ തോട്ടപ്പള്ളിയിൽ വീണ്ടും ഈ ഖനനത്തിനെതിരായ പ്രതിഷേധം ഉയരുന്നുണ്ട്, അതിൽ നിരവധി ദുരൂഹതകൾ ആരോപിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അന്നൊന്നും ആ ഒരു ഗ്രാവിറ്റിയിലേക്ക് നമുക്ക് ഈ വാർത്തകൾ വെച്ച് ചിന്തിക്കാൻ പറ്റാതെ വന്നത് കാരണം സംസ്ഥാനത്ത് പൊതുമേഖലയിൽ മാത്രമല്ലേ ഖനനം, അത് സർക്കാരിലേക്ക് തന്നെ ലഭിക്കുന്ന പണമല്ലേ, അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം നമുക്ക് പ്രത്യേകം പരിശോധിക്കാമെന്നതായിരുന്നു. പക്ഷേ ഈ പാരിസ്ഥിതിക പ്രശ്നത്തിനും അപ്പുറത്തേക്ക് വ്യാപ്തിയിൽ കടക്കുന്ന പല ചോദ്യങ്ങളും ഉയർത്തുന്ന ഒരു പ്രതിസന്ധിയായി ഇത് മാറുന്നു എന്നാണ് പശ്ചാത്തലം. ശരണ്യ, ഒരു വിവരാവകാശ രേഖ ഞാനൊന്ന് ഉദ്ധരിക്കാം. ഇതിൽ സർക്കാർ വിശദീകരിക്കുന്ന കാര്യമുണ്ട്. Once again, it is respectfully submitted that KMML is not doing any illegal activities എന്ന് വളരെ വ്യക്തമായി ഒരു വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി സർക്കാർ വ്യക്തമാക്കുകയാണ്. നിയമവിരുദ്ധമായതൊന്നും KMML അവിടെ തോട്ടപ്പള്ളിയിൽ ചെയ്യുന്നില്ല എന്നതാണ് സർക്കാർ വാദിക്കുന്നത്. പക്ഷേ നമുക്ക് മുന്നിൽ ചോദ്യങ്ങളായി ഉയരുന്ന ഒരു കാര്യം, അല്പസമയം മുമ്പ് ശരണ്യയോട് പ്രതികരിച്ച ആ പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത് പോലെ ഒരുപക്ഷെ കണക്കുകൾ സർക്കാരിന് മുന്നിൽ ന്യായീകരിക്കാനുണ്ടാവും. പക്ഷേ ആ കണക്കുകളിൽ പറയുന്നതിലും എത്രയോ അപ്പുറം മണൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിനും അപ്പുറമാണ് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. എന്താണ് ശരണ്യ അവിടെ പോയപ്പോൾ കണ്ടത്? സജിത്ത്, തീർച്ചയായും തോട്ടപ്പള്ളിയിലെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ദുരിത സാഹചര്യങ്ങളാണ് നമ്മൾ കുറച്ചു നേരത്തെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇതിലും ഒരുപാടിടങ്ങൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാടിടങ്ങൾ ഇനിയും പല്ലനയിലും ഒപ്പം തന്നെ ആറാട്ടുവഴിയിലും വലിയഴിക്കൽ വരെയുള്ള തീരപ്രദേശങ്ങൾ മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒറ്റപ്പന കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തീരദേശത്തിന്റെ ഒരു സാഹചര്യമാണ്. അതായത് ഈ വീട് കണ്ടോ സജിത്ത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്, ഈ ആളുകൾ നിൽക്കുന്ന സ്ഥലം, ഇത് ഇത്രയും ഹൈറ്റിലായിരുന്നു ഇവിടെ മണ്ണ് ഉണ്ടായിരുന്നത്. അതായത് തീരദേശത്ത് ഇവിടെ ഇത്രയും പൊക്കത്തിൽ മണ്ണ് ഉണ്ടായിരുന്നതാണ്. തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു താഴ്ചയിലേക്കാണ്. അതായത് ഇത് കണ്ടോ, ഇത്ര മാത്രം താഴ്ന്നിരിക്കുന്നു ഈ പ്രദേശം എന്നുള്ളതാണ് ഇവിടെ. എന്നാൽ വളരെ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സംരക്ഷണ ഭിത്തി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ സംരക്ഷണ ഭിത്തിയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ഇടം താഴുന്നത് എന്നുള്ള ചോദ്യം ആണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അത് കടലാക്രമണം രൂക്ഷമായ സമയത്ത് മാത്രമല്ല ഇവിടെ നിന്ന് ഈ താഴ്ച സംഭവിക്കുന്നെന്നുള്ളതാണ്. ഒരു മത്സ്യത്തൊഴിലാളി നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് വർഷത്തിലൊരിക്കലും 1 ലക്ഷം രൂപയെങ്കിലും ഒരു ശുചിമുറി ഉണ്ടാക്കുന്നതിനായി തങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഭിത്തിയുടെ ഭാഗം മുഴുവൻ അടർന്നു വീണിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി അവർ പറയുന്ന ഒരു കാര്യം, സർക്കാർ 10 ലക്ഷം രൂപ നൽകി ഇവരോട് ഇവിടെ നിന്ന് മാറാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ 6 ലക്ഷം രൂപയ്ക്ക് ഒരു ഭൂമി വാങ്ങി, 3 ലക്ഷം രൂപ ബാക്കിയുള്ള തുകയ്ക്ക് വീട് വെക്കാൻ തുടങ്ങി. വീടെങ്ങും എത്തിയില്ല. ഇപ്പോ അവിടെയും കിടക്കാൻ പറ്റില്ല, ഇവിടെയും കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ ഒന്ന് വരൂ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം എന്താണ് എന്നൊന്ന് വ്യക്തമാക്കോ? ഈ കരിമൺ ഖനനത്തിന്റെയാണ്. ഓരോ വർഷം കഴിയും തോറും കടൽ ആക്രമണം കൂടുമ്പോൾ താഴേന്ന് മണ്ണ് താഴോട്ട് വലിച്ചു പോകും. എത്രമാത്രം താഴ്ച ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ടുണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഈ കരിമൺ ഖനനം എടുക്കാൻ ആ കാലഘട്ടം തൊട്ടാണ് ഇത് സംഭവിക്കാൻ തുടങ്ങിയത്. ഇത്ര സ്ഥിരശോഷണം സംഭവിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഇപ്പോ കാണുമ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഈ തൊട്ടടുത്ത് കടലാണ് അല്ലെ, ഈ കടൽ ഭിത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് കടലാണ്. ഇവിടുത്തെ തീരം എങ്ങനെയായിരുന്നു? ഇവിടുത്തെ തീരം വെച്ചാൽ ഇതിനു മുമ്പാകുമ്പോൾ മണ്ണുണ്ടായിരുന്നു പടിഞ്ഞാറ്. ഈ കടൽ ഭിത്തിക്കും പടിഞ്ഞാറേക്ക് മണ്ണുണ്ടായിരുന്നു. ഈ കരിമൺ ഖനനം വന്ന തൊട്ട് മണ്ണ് പിന്നെ ഇല്ലാതായി. അതാണ് സൈത്ത്, കടല് നമ്മൾ ഈ കാണുന്ന കടൽ ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപ് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വള്ളവും വലയും മറ്റു സംവിധാനങ്ങളും ഒക്കെ വെക്കാൻ പാകത്തക്ക രീതിയിൽ ഈ പടിഞ്ഞാറേക്ക് ഈ കടൽ ഭിത്തി കടന്ന് മണ്ണുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ തൊട്ടടുത്ത് ഈ കടൽ ഭിത്തിക്ക് തൊട്ടപ്പുറം കടലാണ് എന്നുള്ളതാണ്. ഈ ഇത്രയും സാഹചര്യങ്ങൾ, അതായത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് പൊതുമേഖലയിൽ തന്നെ കോടികൾ ലഭ്യമാകുന്ന മണ്ണ് ആണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടുത്തെ തീരദേശവാസികളുടെ അടിസ്ഥാന സൗകര്യം, അവർക്ക് ജീവിക്കാനുള്ള, സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം പോലും ഒരുക്കി നൽകുന്നതിന് ഈ കോടികൾ കൊണ്ടുപോകുന്നവർ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
മാത്രമല്ല ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോകായുക്തയ്ക്ക് പരാതി നൽകിയ സീതിലാൽ നമ്മളോടൊപ്പമുണ്ട്. മറ്റൊന്ന്, ഇവിടെ വലിയൊരു പ്രതിരോധം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും തോട്ടപ്പള്ളി സമരസമിതിയുടെ ഒക്കെ ഭാഗമായി നടന്നിരുന്നു. അന്ന് പ്രതിഷേധിച്ച 22ഓളം ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എടുത്തിരിക്കുന്നത് ഗുരുതരമായ കേസുകളാണ്. ഈ വ്യക്തി കയ്യിൽ അന്ന് പൊങ്കാലയിട്ട് ഒരു സമരം നടത്തിയിരുന്നു. കയ്യിൽ സ്ഫോടക വസ്തു കരുതി എന്ന് പറഞ്ഞാണ് കേസെടുത്തത് അല്ലേ? എന്താണ് അവസ്ഥ? എന്താണ്? ഒരു പുകവലിക്കാൻ പോലും ഞാൻ തീപ്പെട്ടി ഉപയോഗിക്കത്തില്ല. അന്ന് പൊങ്കാല ഇടാനായിട്ട് വന്നു, ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ സ്ഫോടക വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. അതിന് ഈ കേസുണ്ടായി, എന്റെ പേര് കേസുണ്ടായി. എത്രമാത്രം കയറി ഇറങ്ങേണ്ടി വന്നു? ഒരു 3 പ്രാവശ്യം കയറി ഇറങ്ങി. പിന്നെ അത് ഇത് ഫൈൻ അടച്ച് തീർത്തു. മാർഗ്ഗമില്ലാതെ ഉണ്ടാ. ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ഭീഷണിയാണ് നിങ്ങൾ നേരിടുന്നത്? പോലീസിന്റെ ആണെങ്കിലും ഭരണകൂടത്തിന്റെ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരു വണ്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ചെറിയ വണ്ടി പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ചെക്ക് ചെയ്യും. അതിനകത്ത് ഇത് പിടിക്കുന്നുണ്ട്. അതിനകത്ത് സാധനം കൊണ്ടുകൊണ്ട് പിടിച്ച് ഫൈൻ എഴുത്തരും. 45 ടൺ 50 ടൺ കയറ്റിക്കൊണ്ട് പോകുന്ന ഒന്നുമില്ല ഈ റോഡിൽ കൂടെ. 17 ടണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കൊണ്ടുപോകുന്ന എത്ര? ടോറസ്, വലിയ ടോറസ്. അത് നോർമലായിട്ടല്ല. അതിങ്ങനെ വളച്ച് കെട്ടി ആർപ്പ് പോലെ കെട്ടി ടർപ്പായിട്ട് 40 ടൺ 45 ടണ്ണാണ് കൊണ്ടുപോകുന്നത്. ഈ പല്ലനയും ആ ഭാഗവും ഒക്കെ ഇപ്പൊ എന്താ അവസ്ഥ? സാർ, ഞാൻ ഇത് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, മുൻകാലങ്ങളിൽ ഇതിന്റെ അപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ. അതായത് ഈ അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ വള്ളം പിടിച്ചു വെക്കാനും അവരുടെ സാമഗ്രികളെല്ലാം മുമ്പ് ഈ കോട്ടൺ മലയായിരുന്നു. അത് തറയെ വിരിച്ചാണ് ഉണക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ അവിടെ. അവർ പണി കഴിഞ്ഞാൽ വെച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തുകൊണ്ട് പോകും. ഇപ്പോഴാണ് അതൊന്നുമില്ല. വള്ളം ഇറക്കാൻ തന്നെ വയ്യല്ലോ. ചെറിയ വള്ളങ്ങൾക്ക് പോകാൻ വയ്യ, പൊങ്ങുകാർക്ക് പോകാൻ വയ്യ. എല്ലാവരും കൊഴിഞ്ഞു പോയി തുടങ്ങിയോ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം? എന്തുവാണെന്ന് തന്നെ അറിയാൻ വയ്യല്ലോ അടുത്ത ഈ തലമുറയ്ക്ക്. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ഈ മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനം അതെന്താണെന്ന് അറിയാൻ പാടില്ല. അതായത് കമ്പ് പോലെ വരെ വില ഉണ്ടായിരുന്നു പറഞ്ഞത്. അത്തരത്തിൽ അതൊന്നും ഇവിടെ തയ്യാറാക്കാൻ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. ഇല്ലല്ലോ. മത്സ്യത്തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടോ ഈ മേഖലയിൽ? തീർച്ചയായിട്ടും തീർന്നല്ലോ. അവര് എങ്ങനെ ജീവിക്കും ഇവിടെ? 10 ലക്ഷമാണ് വിലയിട്ടേക്കുന്നത്. 10 ലക്ഷം ജീവിതത്തിൽ 10 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ സൈത്ത് നമ്മുടെ കൂടെ ഉള്ളത് ഈ ലോകായുക്തയിൽ പരാതി നൽകി സർക്കാരുമായി ഇപ്പോഴും ആ ഒരു പോരാട്ടത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന തോട്ടപ്പള്ളി സമരസമിതിയും ഒപ്പം തന്നെ ലോകായുക്തയിൽ പരാതി നൽകിയ ശീതലാലുമാണ്. സർ, അങ്ങനെ ഒരു പരാതിയിലേക്ക് കടക്കാൻ മാത്രം ഉള്ള സാഹചര്യം എന്തായിരുന്നു? ഒന്ന് വിശദീകരിക്കാമോ? 2018 പ്രളയത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു പഠന സംഘത്തെ അയക്കുകയും അവരൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് മുമ്പ് 2007 സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ചെന്നൈ IIT 2011 ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2019 ശേഷം വീണ്ടും ഡച്ച് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ടീം എന്ന് പറഞ്ഞിട്ട് നെതർലാൻഡ് സർക്കാരിന്റെയും അതേപോലെ ഇന്ത്യ സർക്കാരിന്റെയും ഒക്കെ ഒരു ടീം വന്ന് ഒരു പഠനം നടത്തുകയും അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ശരണ്യ, നമുക്ക് അവരോട് ഒരു കാര്യം വളരെ വ്യക്തമായി ഒന്ന് ചോദിക്കണം. അതായത് ഈ കുട്ടനാടിന്റെ വെള്ളപ്പൊക്കം ഒഴിവാക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് സർക്കാർ ഇതിന് കാരണമായി മുന്നോട്ട് വെക്കുന്നത്. അവിടെയാണ് തോട്ടപ്പള്ളിയിലെ സ്പിൽവേ, അവിടെ ഈ പൊഴിമുഖം, അത് അവിടുത്തെ മണൽ ശേഖരം മാറ്റുക. മറ്റൊന്ന് അടുത്ത പോയിന്റ് തണ്ണീർമുഖമാണ്. ഈ രണ്ടിടങ്ങളും 2 ഓപ്പണിംഗ് ആണ് കടലിലേക്കുള്ള. ആ 2 ഓപ്പണിങ്ങിലും അവിടുത്തെ ജലമൊഴുക്ക് തടസ്സപ്പെടുന്ന എല്ലാം മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിൽ ഒരിടത്തെ പൂർണ്ണമായും മറന്നിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവിടെ കരിമണൽ എന്ന താല്പര്യമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതെങ്ങനെ സാധൂകരിക്കും എന്ന ചോദ്യം നമുക്ക് അവരോട് ചോദിക്കേണ്ടി വരും. അതെ സൈത്ത്, തീർച്ചയായും സർക്കാരിന്റെ ഫോക്കസ് തോട്ടപ്പള്ളി പൊഴിമുഖവും അവിടേക്ക് അടിഞ്ഞുകൂടുന്ന കരിമണലുമാണ്. 2018 പ്രളയത്തിന് ശേഷം ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് വേമ്പനാട്ട് കായലിലടക്കം എക്കൽ വീണ് അടിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. തണ്ണീർമുഖവും ഇപ്പോൾ പ്രളയമാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ പ്രളയത്തെ മറികടക്കലാണ്, കുട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തെ മറികടക്കലാണ് ലക്ഷ്യമെങ്കിൽ 2 മൗത്തുകളുണ്ട്. ഒന്ന് തണ്ണീർമുഖവും വരുന്നു, ഒന്ന് തോട്ടപ്പള്ളി പൊഴിമുഖവും വരുന്നു. ഈ നമുക്കറിയാം കനാലുകൾ ഉൾപ്പെടെ ആഴം കൂട്ടൽ പ്രക്രിയ ഇതുവരെ നടന്നിട്ടില്ല. അതിനകത്ത് യാതൊരുവിധ കാര്യവുമില്ലാതെ എന്തുകൊണ്ട് ഈ പൊഴിമുഖം തുറക്കുന്നു? തണ്ണീർമുഖം തൊട്ടിട്ടില്ലല്ലോ. അതെ, 2018 പ്രളയത്തിന് ശേഷം ഉള്ള എല്ലാ പഠന റിപ്പോർട്ടുകളിലും പറഞ്ഞിട്ടുള്ളത് കുട്ടനാട്ടിലെ വെള്ളം പ്രധാനമായി ഒഴുകി പോകേണ്ടത് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ്, ആ കായൽ വഴിയാണ് ഒഴുകി പോകേണ്ടുന്നത്. അപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ പേര് കളക്ടർ 2019 ഇറക്കിയ ആ ഉത്തരവിൽ പോലും
ഒന്നാമതായി പറയുന്ന തണ്ണീർമുക്കം വേമ്പനാട് കായൽ ആഴം കൂട്ടുക എന്നുള്ളതാണ്. തണ്ണീർമുക്കത്ത് ഇപ്പോഴും കുട്ടനാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന രാസവളങ്ങൾ അടക്കമുള്ള വെള്ളം കെട്ടിക്കിടന്ന് ആളുകൾക്ക് വലിയ തോതിൽ ക്യാൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, വളരെ ശരിയാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ ഇവിടെ ലീഡിംഗ് ചാനൽ വിയ്യപുരം മുതൽ 11 കിലോമീറ്റർ വരുന്ന തോട്ടപ്പള്ളി സ്പിൽവേ വരെയുള്ള ലീഡിംഗ് ചാനലും അതിൻ്റെ ആഴവും വീതിയും കൂട്ടണം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അതൊന്നും തന്നെ ചെയ്യാതെ ആകെ ചെയ്യുന്നത് ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് ഈ ഖനനം നടത്തുക എന്നുള്ളതിലാണ് ഈ സർക്കാരും വിവിധ ഏജൻസികളും അവരതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ലക്ഷ്യം എന്തായിരിക്കും? കരിമണൽ ഖനനം ആണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ദുരന്ത നിവാരണത്തിന്റെ മറവിൽ ആളുകളെ ഭയപ്പെടുത്തി കേസുകൾ എടുത്തുകൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്തുകയും വൻതോതിൽ കരിമണൽ ഖനനം നടത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ ഇറക്കിയ ഉത്തരവിൽ 2,34,000 ക്യൂബിക് മീറ്റർ മണലാണ് നീക്കം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് തോട്ടപ്പള്ളിയിലല്ല, തണ്ണീർമുക്കത്തും തോട്ടപ്പള്ളിയിലും അത് ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവെടുത്ത് വായിച്ചാൽ അതിൻ്റെ അത് വളരെ വ്യക്തമാണ്. ലോകായുക്തയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് എത്രയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്? KMML കൊടുത്തിരിക്കുന്ന കണക്ക് 6.5 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഇതിനകം മാറ്റി എന്നുള്ളതാണ്. അതായത് 2 ലക്ഷം എടുക്കാൻ പറഞ്ഞെടുത്ത് നിന്ന് 6.5 ലക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നൊരു കണക്ക് ലോകായുക്ത പറയുന്നു. ഈ 6 ലക്ഷവും സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 6 ലക്ഷം സത്യമല്ല. ഇവിടുന്ന് 54 ലക്ഷം മെട്രിക് ടൺ മണലാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞങ്ങളെടുത്ത കണക്കിലുള്ളത്. അപ്പോൾ KMML 6.5 ആണ് ചെന്നതെങ്കിൽ IREയിൽ എത്ര ചെന്നു പറയണം. ഇവർ രണ്ടുപേരിലും ചെല്ലാത്ത മണലുകൾ 2 സ്ഥലത്തേക്ക് പോയതായിട്ടാണ് ഞങ്ങളുടെ സംശയം. ഒന്ന് VV മിനറൽസ് തമിഴ്നാട്ടിൽ, മറ്റൊന്ന് CMRL. അപ്പോൾ മണ്ണ് ഡയറക്റ്റായിട്ട് ഇവർക്ക് കിട്ടുന്നതിനോടൊപ്പം ഇൽമനൈറ്റിന്റെ വലിയ വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. ഈ CMRLന് തന്നെ ഒരു ഗോഡൌൺ ഉണ്ടായിരുന്നല്ലോ, മണ്ണ് KMML കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്ത് സംഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഉണ്ട്. കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറി മുഴുവൻ ലീസിനെടുത്തു. ആ കശുവണ്ടി ഫാക്ടറി ആരുടേതായിരുന്നു? അത് പലരുടെയും പേരിലുള്ളതായിരുന്നു. അതിൽ CMRLനും ബന്ധമുള്ള ചില കശുവണ്ടി ഫാക്ടറികളിലും ഡിപ്പോസിറ്റ് ചെയ്തതായിട്ടാണ് പറഞ്ഞു കേട്ടത്. ലോറി ഡ്രൈവർമാരും അവരൊക്കെ പറയുന്നതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ കേൾക്കുന്നത്. എന്നിട്ട് അവിടെ പുറത്ത് മണ്ണ് സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. KMMLന്റെ ഇതിന് പുറത്ത് അവർക്ക് മണ്ണിടാൻ അവിടെ സ്ഥലമില്ലാതെ വന്നപ്പോൾ അവർ ലീസിന് സ്ഥലമെടുത്തു. ആ ലീസിന് സ്ഥലമെടുത്തത് ആരുടെയൊക്കെ ആയിരുന്നു എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസും സംവിധാനങ്ങളും അല്ലേ. അവിടുന്ന് ഏകദേശം മണ്ണ് പോയിട്ടുണ്ട്. ഇൽമനൈറ്റിന്റെ വ്യാപാരമാണ് ഇപ്പം പൊതുവെ ചർച്ച ചെയ്യുന്നത്. ഡയറക്റ്റ് മണൽ പോയിട്ടുണ്ട്. ഈ തീരെ ഇത്രയും ശോഷിക്കാൻ ഇപ്പൊ അവിടെ നോക്കിയപ്പം കണ്ടില്ലേ, ആ പാവപ്പെട്ട പൊങ്ങുവെള്ളം പിടിച്ചു വെച്ചിരിക്കുന്ന എവിടെയാ? കല്ലിന്റെ പുറത്താണ് ആ പൊങ്ങുവെള്ളം ഇരിക്കുന്നത്. ഈ കല്ലിന്റെ പുറത്ത് പൊങ്ങുവെള്ളം ഇവരുടെ ചരിത്രത്തിൽ വെച്ചിട്ടില്ല. അത് മാത്രമല്ലല്ലോ സാർ, ഇപ്പം തോട്ടപ്പള്ളി സ്പിൽവേ അല്ലെ, ഒരു ഷട്ടർ പൊട്ടി താഴെ കിടക്കുവാണ്. ഇത്രയധികം കോടികൾ കൊണ്ടുപോകുന്ന സ്ഥലത്ത് സ്പിൽവേയുടെ അവസ്ഥ ഇതാണ്. സർക്കാർ ഈ പണം അങ്ങോട്ട് എടുക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് അത് വിനിയോഗിക്കുന്നില്ല. അതായത് മദ്രാസ് IIT മോഡേണൈസേഷൻ ഓഫ് തോട്ടപ്പള്ളി സ്പിൽവേ ആൻഡ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞ് 2011 പറഞ്ഞ കാര്യമാണ്. ഈ കമ്പ്യൂട്ടർ വഴി, സാറ്റലൈറ്റ് വഴി സലൈനിറ്റി വേലിയേറ്റ സമയത്ത് വരുന്നത് സാറ്റലൈറ്റ് വഴി മനസ്സിലാക്കി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ടർ പൊങ്ങുകയും താഴുകയും ചെയ്യേണ്ട സംവിധാനം ഒരുക്കണമെന്ന് 2011 പറഞ്ഞിട്ട് ഒന്നുപോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല 954 എങ്ങനെയാണോ സ്പിൽവേ കിടന്നത് അതിനേക്കാളും പരിതാപകരമായി മോശമായി കിടക്കുന്നു. കാരണം 7ാമത്തെ ഷട്ടർ ഇവർ സിംഗിൾ പോണ്ട് മൈനിങ് ഇവിടെ നടത്തിയതിന്റെ ഫലമായി 7ാമത്തെ ഷട്ടർ കുട്ടനാട്ടിൽ കിടക്കുക, കുട്ടനാട്ടിലേക്ക് പോയി. സാർ, ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രെഡ്ജിങ് അല്ല ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ ഖനനമില്ല എന്നാണ്. ഇവിടെ ഇറക്കിയിരിക്കുന്ന ആ ഒരു ട്രെഡ്ജിങ്, ഇപ്പോൾ പുതുതായിട്ടൊരു ട്രെഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ചൊന്ന് വിവരിക്കാവോ? യോങ്ഷോങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ട്രെഡ്ജറാണ് അവിടെ കിടക്കുന്നത്. ഈ കമ്പനിയുടെ സൈറ്റിൽ അവരുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടിച്ച് കയറി നോക്കിയാൽ മതി. യോങ്ഷോങ് എന്ന് അടിച്ചു കൊടുത്താൽ, ട്രെഡ്ജർ എന്ന് അടിച്ചു കൊടുത്താൽ അവരാദ്യം പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഫേസ്ബുക്കിൽ തോട്ടപ്പള്ളി ഏഷ്യയിൽ ആദ്യമായി തോട്ടപ്പള്ളിയിൽ ഈ മിഷൻ കൊണ്ടിട്ടു. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 4000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ ശേഷിയുണ്ട്. ഇനി മണലെടുക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവർ പരസ്യം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴ തോട്ടപ്പള്ളിയാണ് പരസ്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ പോകണ്ട മണ്ണെടുക്കാൻ. ആലപ്പുഴ ബീച്ചിലെ മണലെടുക്കാനായിട്ട് ആലപ്പുഴ പോകണ്ട.
തോട്ടപ്പള്ളിയിൽ ഇരുന്നു കൊണ്ട് സമീപ പ്രദേശത്തെ മുഴുവൻ മണലും എടുക്കാം. ഈ പാവത്തങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളെല്ലാം കടലിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഈ കമ്പനി ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ ഈ നഷ്ടത്തിന് പരിഹാരം കാണേണ്ടത് ആരാണ്? ഈ കമ്പനികൾ കൊടുക്കണം. ഈ KMML എന്ന് പറയുന്ന കമ്പനിയും ഈ IREL എന്ന് പറയുന്ന കമ്പനിയും ഇപ്പം നമ്മുടെ രേഖയിൽ വന്ന CMRL എന്ന് പറയുന്ന കമ്പനിയും കൂടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ശരണ്യ, ഒരു കാര്യം നമുക്ക് അവരോട് ചോദിക്കണം. അതായത് മുമ്പ് ഈ കോടതി ഇതിലൊരു നിയമ പോരാട്ടത്തിലാണല്ലോ ഇവർ തുടരുന്നത്. സുപ്രീം കോടതിയിലേക്ക് വരെ നീണ്ട ഒരു നിയമ പോരാട്ടമായി ഇത് നിൽക്കുന്നു. ഈ നിയമ പോരാട്ടത്തിനിടയിൽ പലപ്പോഴും സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ KMMLന് വേണ്ടി വാദിക്കാനെത്തുന്നത് ഒരു സ്വകാര്യ കമ്പനിയുടെ ഏജന്റുമാരാണ് അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകരാണ് എന്ന വാദം അവർ ഒരു ഘട്ടത്തിൽ ഉയർത്തിയതായി കേട്ടിരുന്നു. എന്താണ് അവരുടെ അനുഭവം? അതുകൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമായിരിക്കും. ശരണ്യ, ഒന്ന് ചോദിക്കാം. അത് ശരിയാണ്, സജിത്ത് പറഞ്ഞ കാര്യം ശരിയാണ്. ഇവര് നിയമപോരാട്ടവുമായി ലോകായുക്തയിലും കോടതിയിലും ഒക്കെ നടക്കുന്ന ആളുകളാണ്. സുരേഷ് സാർ ഒന്ന് നീങ്ങി നിൽക്കൂ. ഈ നിങ്ങൾ നിയമ പോരാട്ടവുമായി ഓരോ ഇടങ്ങൾ കോടതികളിൽ കയറിയിറങ്ങുന്നു, ലോകായുക്തയിൽ കയറിയിറങ്ങുന്നു, അവിടെയൊക്കെ സർക്കാരിന്റെ പ്രതിനിധികളാണോ ഈ കേസിന് എതിർഭാഗത്ത് നിന്ന് വരുന്നത്, അതോ ഈ സ്വകാര്യ കമ്പനിയായ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട ആളുകളാണോ? എന്താണ്? സർക്കാരിന്റെ പ്രതിനിധികൾ അഡ്വക്കേറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഒപ്പം അവരുടെ എണ്ണത്തെക്കാളും കൂടുതൽ CMRLന്റെ പ്രത്യേക പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് വരുന്നുണ്ട്. അവരുടെ റോൾ എന്താണ്? അവർക്ക് എന്താണ് ഇവിടെ റോൾ? സർക്കാർ പറയുന്ന അവർക്ക് ഒരു ബന്ധവും ഇല്ലെന്നാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് സർക്കാർ വക്കീൽ സംസാരിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരെന്താണോ തീരുമാനിക്കുന്നത്. ഈവൻ നമ്മുടെ ഇവിടെ ഷട്ടർ ഇപ്പം വെള്ളം തുറന്നു വിടുന്ന ഷട്ടറുകൾ ഏത് ഷട്ടർ പൊക്കണമെന്ന് തീരുമാനിക്കുന്നത് KMML ആണ്. മനസ്സിലായോ? ഈ ഉത്തരവിനകത്ത് നമ്മുടെ ഇവിടെ കൊടുത്ത ഉത്തരവിനകത്ത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം മാത്യു കുട്ടനാടൻ സൂചിപ്പിച്ചൊരു കാര്യം, മണ്ണ് പോകാതെ സൂക്ഷിക്കണമെന്ന്. വെള്ളം പോകുന്നതിനുപരി ഇവിടുന്ന് മണ്ണ് കടലിലോട്ട് പോകാതെ സൂക്ഷിക്കണം. അപ്പം അപ്പം കുട്ടനാട്ടിലെ കൃഷി ഒരുപാട് സമയത്ത് ഇവിടെ മട വീണു. സർ, സർക്കാരും ഇപ്പോൾ എക്സാലോജിക് വിവാദം വലിയ തോതിൽ ആരോപണം ഭയങ്കര കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാലോജിക് വിവാദം അതിനകത്ത് പറയുന്നത് എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയത് കരിമണൽ കർത്തയ്ക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ആ വിവാദം നിൽക്കുകയാണ്. എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത്? ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് കരിമണൽ ഖനനം ചെയ്തെടുക്കുന്നതിന് CMRLന് ലൈസൻസോ അനുമതിയോ ഒന്നുമില്ല, സ്വകാര്യ കമ്പനി ആയതുകൊണ്ട്. ഇവിടെ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമായ IREയും അതേപോലെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMMLും ആണ് ഇവിടുന്ന് മണലെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. IREയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും CMRL പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത് കൈമാറുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ KMMLും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. CMRLന് ഈ അസംസ്കൃത വസ്തുക്കൾ കൈമാറുന്നത് KMMLും IREയും ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ സുഗമമായി ഖനനം നടന്നാൽ മാത്രമേ CMRLന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ധാതു മണൽ ലഭിക്കുകയുള്ളൂ. അവർ കയറ്റുമതിയാണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു കരിമണൽ കുംഭകോണം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത്. ഞങ്ങൾ 2020 ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തത്. കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും അതേപോലെ KMMLും തമ്മിലുള്ള എഗ്രിമെന്റിൽ സൈറ്റിൽ വെയ് ബ്രിഡ്ജ് സ്ഥാപിച്ച് തൂക്കി അളന്നു കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സൈറ്റിൽ അത്തരത്തിലൊരു വേ ബ്രിഡ്ജ് സ്ഥാപിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മണ്ണിന്റെ അളവ് കൃത്യമായി അത് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടും ഇത്രയധികം ഖനനം നടന്ന ദിവസേന 300-400 ലോഡ് കയറിപ്പോകുന്ന ഒരു സ്ഥലത്ത് ഒരളവും എവിടെയും ഇല്ല എന്നുള്ളതാണ്. കൃത്യമായ കണക്കുകൾ എത്ര ലോഡ് കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കണക്കുകൾ പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വിവാദങ്ങൾ കത്തിപ്പടരുന്ന പശ്ചാത്തലത്തിൽ ഈ തീരദേശത്തെ ജനത ഉന്നയിക്കുന്ന വാദത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ സ്ഥലം, അതായത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ഈ തോട്ടപ്പള്ളിയുടെ പൊഴിമുഖം. അവിടെ ഇത്തരത്തിൽ മണ്ണ് എടുത്തു നീക്കും തോറും അവിടേക്ക് മണ്ണ് വന്ന് അടിഞ്ഞുകൊണ്ടേയിരിക്കും. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും കടലിൽ നിന്ന് മണ്ണെടുത്ത് തീരത്തേക്ക് വെക്കില്ല, മറിച്ച് ഇരു കരകളുമുള്ള വടക്ക് നിന്നും തെക്ക് നിന്നുമുള്ള തീരത്തുള്ള മണ്ണാണ് ഇവിടേക്ക് പൊഴിമുഖത്തേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഒരു സ്വർണ്ണഖനി എന്ന രീതിയിൽ കരിമണലിനെ ഒഴുകിയെത്തുന്ന രീതിയിൽ ആ പൊഴിമുഖം ഒരു വായായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് സർക്കാർ മണ്ണെടുത്ത് നീക്കും തോറും അവിടേക്ക് ഈ തീരങ്ങൾ ഇല്ലാതാകുന്നത് വരെ മണ്ണൊഴുകി എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും
ശരണ്യ സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ സാഹചര്യം. അതായത് തീരത്ത് നിന്നാണ് മണൽ നഷ്ടപ്പെടുന്നത്, ഫലത്തിൽ കരയാണ് നഷ്ടപ്പെടുന്നത്, ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്, വീടുകളാണ് നഷ്ടപ്പെടുന്നത് എന്നതാണ് വസ്തുത. അതതിൻ്റെ പാരിസ്ഥിതിക വശം. അതിനുമപ്പുറം അത് നൽകുന്ന സൂചനകൾ, ഗുരുതരമായ ആരോപണമാണ് അവിടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഇത് പോകുന്നത് സ്വകാര്യ കമ്പനിയിലേക്ക് തന്നെയാണ് എന്ന് മാത്രമല്ല, കോടതിയിലെ നിയമ പോരാട്ടത്തിൽ സർക്കാർ അഭിഭാഷകർക്ക് പിന്തുണ നൽകാൻ എത്തുന്നതാവട്ടെ സ്വകാര്യ കമ്പനിയുടെ ഏജന്റുമാർ, അവരുടെ അഭിഭാഷകർ എന്ന വാദം കൂടി വരുന്നുണ്ട്. എന്തായാലും ഗുരുതര ആരോപണമാണ്. നമ്മൾ തോട്ടപ്പള്ളിയും ആലപ്പുഴ ജില്ലയുടെ പൊതു അവസ്ഥകളാണ് കണ്ടത്. തീരുന്നില്ല. കരിമണൽ തീരങ്ങളെന്നത് കൊല്ലം ജില്ലയിലേക്ക് നീണ്ടുകിടക്കുകയാണ്. ആലപ്പാടെന്ന വലിയൊരു സമരഭൂമി നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം കരിമണലിന്റെ ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് വിശദമായി